10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്ന കുട്ടിക്ക് ഫുൾ എ പ്ലസ് ആ മീൻ എടുക്കണമെങ്കിൽ ആ പൂച്ചയ്ക്ക് വിശപ്പുണ്ടാകണം. സ്പൈറൽ ബൈൻഡിങ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് സ്പൈറലിംഗ് എന്ന് പറയുന്നത് അല്ലെ. LP-UP നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് ബാച്ചിന്റെ അഡ്മിഷൻ ഡിസംബർ 30 മുതൽ ആരംഭിച്ചിരിക്കുന്നു. സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസുകൾ, ലൈവ് ക്ലാസുകൾ, എക്സാം PDF നോട്ട്സ് തുടങ്ങിയ അനവധി സവിശേഷതകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ജോയിൻ എൻട്രിയ. പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സൈക്കോളജി PYQ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും ആധികാരികതയോടെ ഓർക്കണം, നിലവിലെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ നിലവാരവും ആ ചോദ്യങ്ങൾ ചോദിച്ച രീതിയും അത് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പഠിക്കാൻ കഴിയുകയും ഇനി മുതൽ വരുന്ന എക്സാമുകൾക്ക് നമുക്ക് കൂടുതൽ യുക്തിപരമായ രീതിയിൽ ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. ഹിയർ യുവർ ക്വസ്റ്റ്യൻ. സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു. ഏത് പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? അപ്പോൾ ചോദ്യത്തിന്റെ ഒരു യുക്തി പരിശോധിച്ചാൽ ചോദ്യം ഈ പറഞ്ഞതെല്ലാം ഇതിന്റെ ഉത്തരമായി കണക്കാക്കാൻ കഴിയും എന്ന് പറയാതെ പറയുകയാണ്. പക്ഷേ ഈ ഉത്തരങ്ങളിൽ യഥാർത്ഥ ഉത്തരമായിട്ട് അല്ലെങ്കിൽ ശരിയായ ഉത്തരമായിട്ട് എടുക്കാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ എംഫസൈസ് നൽകാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചോദ്യം ഞാനൊന്ന് വായിക്കാം. സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു. ഏത് നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? ഓപ്ഷൻ എ ഫലനിയമം, ഓപ്ഷൻ ബി അഭ്യാസ നിയമം, ഓപ്ഷൻ സി സന്നദ്ധതാ നിയമം, ഓപ്ഷൻ ഡി ശ്രമപരാജയം. ചോദ്യത്തിനകത്തൊരു യുക്തിയുണ്ട്. ചോദ്യം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു. ഏതു പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? ചോദ്യം കൂടുതൽ പ്രസക്തം എന്നുള്ളതാണ്. അതിനർത്ഥം ഇത് 4 ഉത്തരമായി കണക്കാക്കാം. ഇത് 4 ഒരേ ആംഗിളിൽ നിന്ന് വരുന്ന ഓപ്ഷൻസ് ആണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രസക്തമായ ഉത്തരം എന്നുള്ളതാണ് ചോദ്യം. നല്ല ചോദ്യം. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ PSC വളരെ മനോഹരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ലോ ഓഫ് എഫക്റ്റ്, ഫലനിയമം എന്ന് പറയുന്ന ഒരു നിയമം. ഫലനിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് നല്ല ഒരു ഫലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഇടയുണ്ട്. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്ന കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നു എന്നുള്ളത് ഒരു ഫലമാണ്. ഫുൾ എ പ്ലസ് കിട്ടുന്ന സമയത്ത് നാട്ടിലെ സന്നദ്ധത സംഘടനകളും നാട്ടിലെ മറ്റ് പല സംഘടനകളും കുട്ടിയെ ആദരിക്കുന്നു, കുട്ടിക്ക് മൊമെന്റം നൽകുന്നു, കുട്ടിയുടെ ചിത്രം ഓരോ ജംഗ്ഷനിലും ഇങ്ങനെ പതിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ആ കുട്ടി ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അതിനെ കണക്കാക്കാൻ കഴിയുന്നത്. ആ ഫലം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റാരുടേതുമല്ല, തോണ്ടെക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞന്റെയാണ്. തോണ്ടെക് ഒരു വ്യവഹാരവാദിയാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തോണ്ടെക്കിന്റെയാണ്. തോണ്ടെക്കിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഫലനിയമം, ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. പഠന നിയമങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ലോ ഓഫ് എഫക്റ്റ് എന്താണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓപ്ഷൻ ബി അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ്. നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ, നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് അല്ലെ. നമ്മൾ ആദ്യമായി സൈക്കിൾ ചവിട്ടാൻ നേരത്ത്, നമ്മൾ ആദ്യമായി ചവിട്ടിയ സമയത്ത് ഇന്ന് സൈക്കിൾ ചവിട്ടുന്ന കണക്ക് നമുക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ന് കാണുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നത്. അത് ഏത് സബ്ജക്റ്റ് പഠിക്കുന്ന കാര്യമായാലും, ഏത് യന്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്ന കാര്യമായാലും, ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്ന നമ്മുടെ പ്രോഡക്റ്റുകളായാലും, അതെല്ലാം ഒരുപാട് പരിശീലനങ്ങളിലൂടെ നമ്മൾ സിദ്ധിച്ചെടുക്കുകയാണ്. കൂടുതൽ പരിശീലനം നടത്തുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു മാത്സിന്റെ പ്രോബ്ലം ചെയ്യുന്നു. ആ മാത്സിന് ആദ്യത്തെ 8 ടൈപ്പ് ക്രിയ ചെയ്തപ്പം 8നും ഉത്തരം കിട്ടിയില്ല. നിങ്ങൾ 9ാമത്തെ ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ഈ 8 ടൈപ്പിനെ മറികടന്നുകൊണ്ടായിരിക്കും അതുപോലെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നേരിടുന്നത്. കാരണം ഈ 8 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ, നിങ്ങൾ എക്സസൈസ് ചെയ്തപ്പോൾ അത് തെറ്റിയത് കൊണ്ട് തന്നെ 8 തവണ വീണ്ടും നിങ്ങൾ ആവർത്തിക്കപ്പെടത്തില്ല. 9ാമത്തെ തവണ നമുക്ക് എങ്ങനെയാണോ ഉത്തരം കിട്ടിയത് ആ മാതൃക ഉപയോഗിച്ച് നമ്മൾ വീണ്ടും
മറ്റൊരു ചോദ്യത്തെ നമ്മൾ നേരിടും. അതാണ് എക്സസൈസ് എന്ന് പറയുന്ന അഭ്യാസ നിയമം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് സന്നദ്ധതാ നിയമം എന്നുള്ളതാണ്. സന്നദ്ധതാ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് റെഡിനെസ് ആണ്. പഠന സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് പഠിക്കാൻ കഴിയൂ, വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ആഹാരം കഴിക്കാൻ കഴിയൂ എന്ന് പറയുന്ന പോലെ വിശപ്പ് എന്ന് പറയുന്നത് ആഹാരത്തിനോടുള്ള ഒരു സന്നദ്ധതയാണ്, അല്ലെ? വിശപ്പ് എന്ന് പറയുന്ന ആഹാരത്തിനോടുള്ള ഒരു സന്നദ്ധതയാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് സന്നദ്ധതയുള്ളപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ, റെഡിനെസ് ഉള്ളപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ തോണ്ടയ്ക്ക് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നു. അപ്പോൾ ഇത് നാലും തോണ്ടയ്ക്കിന്റെ കോൺസെപ്റ്റ് ആണ്. ഇത് നാലും ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് ഉത്തരം എന്ന് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ, അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. പരീക്ഷണ ജീവി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം തോണ്ടയ്ക്കിന്റെ പൂച്ചയാണ്. പൂച്ചയെ ഒരു കൂട്ടിലടയ്ക്കുന്നു, പുറത്തൊരു മീൻ വെക്കുന്നു ഒരു പാത്രത്തിൽ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ പൂച്ചയ്ക്ക് ആ മീൻ എടുക്കണമെങ്കിൽ ആ പൂച്ചയ്ക്ക് വിശപ്പുണ്ടാകണം, സന്നദ്ധതയുണ്ടാകണം. അതാണ് സന്നദ്ധത എന്ന് പറയുന്നത്. ഇനി ആ പൂച്ചയ്ക്ക് ആ കൂട്ടിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ലിവർ അമർത്തിയെങ്കിൽ മാത്രമേ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്ന പൂച്ച പിന്നീട് ലിവർ അമർത്താൻ ശ്രമിക്കുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ അതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, പുറത്തിറങ്ങിയ പൂച്ചയ്ക്ക് മീൻ കിട്ടിയില്ല എങ്കിൽ പിന്നീട് പൂച്ച എന്ത് ചെയ്യത്തില്ല, പുറത്തിറങ്ങത്തില്ല. അപ്പോൾ വീണ്ടും പുറത്തിറങ്ങണമെങ്കിൽ ആദ്യ തവണ പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയതുപോലെ പൂച്ചയ്ക്ക് എന്ത് കിട്ടണം, മീൻ കിട്ടണം. അപ്പൊ സ്വാഭാവികമായും മീൻ എന്ന് പറയുന്നത് ഒരു ഫലമാണ്. സ്വാഭാവികമായും ഫലസിദ്ധി ഉള്ളത് കൊണ്ടാണ്, ഫലം ലഭിച്ചത് കൊണ്ടാണ് വീണ്ടും ആ പൂച്ച വീണ്ടും കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വീണ്ടും വിശക്കുമ്പോൾ മീൻ കഴിക്കാൻ ഉള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഇങ്ങനെ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട് വിജയിച്ചാണ് തോണ്ടയ്ക്കിന്റെ പൂച്ച പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ശ്രമപരാജയ സിദ്ധാന്തം എന്ന് വിളിച്ചത്. അപ്പോൾ ചോദ്യം സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മാനവും പ്രശംസയും എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് കിട്ടുന്ന ഫലമാണ്. അത് കൂടുതൽ മിടുക്കിയായി പഠിക്കാൻ കുട്ടിയെ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ അത് ഫലമായതുകൊണ്ട് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ ശരിയായ ഉത്തരം ഫല നിയമമാണ്. ശരിയായ ഉത്തരം ഫല നിയമമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി ഏത്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അൽഗോരിതം അല്ല, ഉറപ്പാണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അല്ല, അത് വേറെയാണ്, ഉറപ്പാണ്. ശ്രമപരാജയ രീതി, ട്രയൽ ആൻഡ് എറർ, അതല്ല, അതുമല്ല. അത് തോണ്ടയ്ക്കിന്റെ ബിഹേവിയറൽ പാറ്റേൺ ആണ്. എടാ, അന്തർദൃഷ്ടി സിദ്ധാന്തം അവതരിപ്പിച്ചത് കോഹ്ലർ അല്ലേ? അന്തർദൃഷ്ടി, ഇൻസൈറ്റ് എന്ന് പറയുന്ന, ഇൻസൈറ്റ് തിയറി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് കോഹ്ലർ അല്ലേ? സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പഠനം നടത്തിയത് കോഹ്ലർ അല്ലേ? അപ്പോൾ ഈ ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് അനവധിയായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? സാദൃശ്യ നിയമം പഠിച്ചിട്ടുണ്ട് നമ്മൾ, സാമീപ്യ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് പ്രാഗ്നൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗുഡ് ഫോം, നല്ല രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻസൈറ്റിൽ, ഒരു മനുഷ്യന്റെ അന്തർദൃഷ്ടിയിൽ തോന്നുന്ന കാര്യങ്ങളിലല്ലേ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വളരെ ആധികാരികമായ ഒരു ചോദ്യമാണ്, വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണ്ട ഒരു ചോദ്യം കൂടിയാണിത്. ഞാൻ ആദ്യം ചോദ്യം ഒന്ന് വായിക്കാം. ചാക്രിക രീതിക്ക് ഉദാഹരണം ഏത്? ചാക്രിക രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ആരുടേതാണ് എന്ന് നമുക്കറിയാം, ബ്രൂണറിന്റെ കോൺസെപ്റ്റ് ആണ്, അല്ലെ? ബ്രൂണർ എന്ന് പറയുന്ന ജ്ഞാനനിർമ്മിതിവാദിയുടെ കോൺസെപ്റ്റ് ആണ് ചാക്രിക രീതി എന്ന് പറയുന്നത്. അതായത് സ്പൈറലിംഗ് എന്ന് പറയും അല്ലെ? ചാക്രിക രീതി ബ്രൂണറുടെയാണ്, അല്ലെ? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? സംഖ്യാബോധം പൂർണ്ണമായും പഠിച്ച ശേഷം സങ്കലനം, പിന്നീട് വ്യവകലനം, തുടർന്ന് ഭിന്നസംഖ്യ. അതാണ് ആ സ്പൈറലിംഗ് രീതിക്ക് ഒരു ഉദാഹരണമായിട്ട് ഓപ്ഷൻ എയിൽ കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഉദാഹരണം, ആദ്യം അനുഭവങ്ങൾ, പിന്നീട് പ്രതീകങ്ങൾ, തുടർന്ന് ചിത്രങ്ങൾ, അതിനുശേഷം ഭാഷ. ആദ്യം അനുഭവങ്ങൾ, പിന്നീട് പ്രതീകങ്ങൾ, തുടർന്ന് ചിത്രങ്ങൾ, അതിനുശേഷം ഭാഷ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഉദാഹരണം. ഇനി നാലാമത്തേക്ക് തന്ന ഉദാഹരണം എന്താണ്? ആദ്യം വ്യക്തിഗത പ്രവർത്തനം, പിന്നീട് സംഘപ്രവർത്തനം, തുടർന്ന് ക്ലാസ് റൂം പ്രവർത്തനം, അതിനുശേഷം അവതരണം. മക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് സ്പൈറലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്പൈറൽ ബൈൻഡിങ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇതാണ് സ്പൈറലിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ഇതാണ് സ്പൈറൽ ബൈൻഡിങ്
എന്ന് പറയുന്നു. ഇവിടെ ആദ്യമേ എന്താ പറഞ്ഞേക്കുന്നത്? സംഖ്യാവബോധം 1, 2, 3, 4 നമ്പേഴ്സ് പഠിപ്പിക്കുന്നു. നമ്പേഴ്സ് പൂർണ്ണമായും നമ്പേഴ്സ് ആദ്യമേ പഠിപ്പിക്കുന്നു. സംഖ്യാവബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് പഠിപ്പിക്കുന്നു അല്ലെ. ഇവിടെ സ്പൈറലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യമേ നമ്പേഴ്സ് ആണ് പഠിച്ചത് അല്ലെ. 1, 2, 3, 4 അല്ലെ. ആ നമ്പേഴ്സ് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്തത്? കൂട്ടാൻ നമ്മളെ പഠിപ്പിച്ചത്, അഡിഷൻ പഠിപ്പിച്ചത് അല്ലെ. കൂട്ടാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? സബ്സ്ട്രാക്ഷൻ, അതായത് വ്യവകലനം പഠിപ്പിച്ചത് അല്ലെ. കൂട്ടാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് കുറയ്ക്കാൻ പഠിപ്പിച്ചത്. കുറയ്ക്കാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് ഗുണിക്കാൻ പഠിപ്പിച്ചത്. ഗുണിക്കാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് ഹരിക്കാൻ പഠിപ്പിച്ചത്. അതിനുശേഷമാണ് നമുക്ക് ഭിന്നസംഖ്യകൾ തരുന്നത്. ഈ ഭിന്നസംഖ്യകളിലും കൂട്ടാൻ കാണും, കുറയ്ക്കാൻ കാണും, ഹരിക്കാൻ കാണും. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ഘട്ടങ്ങൾ കഴിയും നേരത്തേക്ക്, ഓരോ ക്ലാസ്സുകൾ കഴിയും നേരത്തെ മാത്സിന്റെ കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്യും. അവിടെ കൂട്ടാൻ കാണും, അവിടെ കുറയ്ക്കാൻ കാണും, അവിടെ ഹരിക്കാൻ കാണും, അവിടെ ഗുണിക്കാൻ കാണും, അവിടെ ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് കാണും. വീണ്ടും ഇത് ആവർത്തിക്കുന്നു. തുടർന്ന് ഇങ്ങനെ സ്പൈറൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേടാ പിള്ളേരെ. 5ാം ക്ലാസ്സിൽ ബയോളജി പഠിക്കാൻ തുടങ്ങിയ 6ൽ ബയോളജി ഉണ്ട്, 7ൽ ബയോളജി ഉണ്ട്. 5ലെ ബയോളജിയും 6ലെ ബയോളജിയും കുറച്ച് 6ലും 7ലും കാണും. 8ലെയും 9ലെയും എടുക്കുമ്പോൾ താഴെ ഉള്ളതും കാണും. അങ്ങനെ സ്പൈറൽ ചെയ്താണ് പഠിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എന്റെ മക്കളെ സ്പൈറലിംഗ് അതാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ശരിയായ ഉത്തരം ഏതാ? ഇതല്ലേ, സി അല്ലേ? എന്താണ് സി വരാൻ കാരണമെന്ന് നോക്കിയേ. സംഖ്യാവബോധം ആദ്യമേ നമ്പേഴ്സ് പഠിപ്പിക്കുന്നു, എന്നിട്ട് കൂട്ടാൻ പഠിപ്പിക്കുന്നു, എന്നിട്ട് കുറയ്ക്കാൻ പഠിപ്പിക്കുന്നു, എന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും 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 അവതരിപ്പിക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്പൈറലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെറോം എസ് ബ്രൂണറുടെയാണ്. നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു PYQ സെഷനുമായി നമുക്ക് കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീ മീറ്റ് അഗൈൻ. Thank you.